നമ്മൾ ചങ്കിലെഴുതിയിടേണ്ട വിഷയമാണിത്. നമ്മളെ വൈകാരിക മനുഷ്യനെ പാപത്തിന് വ്രണപ്പെടുത്താൻ പറ്റും, മുറിപ്പെടുത്താൻ പറ്റും. എത്രയോ പേരാണെന്നറിയുന്നത് പാപത്തിന്റെ കുറ്റബോധത്തിൽ കിടക്കുന്നത്. എനിക്കിത് രക്ഷയില്ല, ഞാൻ അങ്ങനെ ചെയ്തു, ഇത്ര വലിയ പാപം ചെയ്തു. പാപം കുറ്റബോധത്തിലേക്ക് നയിക്കും, നിരാശയിലേക്ക് നയിക്കും, ഭയത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതകളെയും സ്വസ്ഥതകളെയും അനർത്ഥങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഒക്കെ തള്ളിയിടും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൈകാരിക മനുഷ്യനാണ് മുറിപ്പെടുത്തുന്നത് പാപം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ആദ്യം നമ്മൾ നന്നായിട്ട് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക, നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുക, നല്ല കുമ്പസാരം നടത്തുക, വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഫുൾ പാക്കേജ്. ഉറക്കമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആദ്യം ചെയ്തിട്ട് ഉറക്ക ഗുളിക കഴിക്കാൻ പോകാം. ഇത് സൗഖ്യം കിട്ടാൻ എളുപ്പമാണ്, വൈകാരിക മനുഷ്യന് സൗഖ്യം കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, എന്നിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയ്, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്.